ഇന്നലെ ശിശുദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾ ജുമാക്ക് പറഞ്ഞിരുന്നു. നമ്മുടെ മക്കളോട് നൽകുന്ന ഉപദേശങ്ങൾ, നസീഹത്തുകൾ, അത് അവരിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും, പക്ഷേ നമ്മൾ അവർക്ക് സ്നേഹത്തോടെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശങ്ങളുടെ കുറവാണ് അവരുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലൊക്കെ ഒരു പ്രത്യേകമായ മാറ്റം ഇലാഹിയായ ചിന്തകളെ കൊണ്ട് ഉള്ളൊരു പുരോഗതി ഇല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്ത് ലുഖ്മാനിലെ 1-2 ആയത്തുകളാണ് ഇന്ന് നമ്മൾ അർത്ഥം വെക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്ത് ലുഖ്മാൻ. തത്വജ്ഞാനിയായിരുന്ന, അറിവുകളുടെ ജ്ഞാന കലവറയായിരുന്ന, ആത്മജ്ഞാനം കിട്ടിയ വലിയ മഹാനായിരുന്നു ലുഖ്മാൻ. അദ്ദേഹം നബിയാണ് എന്ന് പറയപ്പെടുന്നു. ഏതായാലും വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് പോലും വെച്ചു, സൂറത്ത് ലുഖ്മാൻ. അദ്ദേഹം തൻ്റെ മകനക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ, സാരോപദേശങ്ങളുടെ, തത്വങ്ങളുടെ സമാഹാരമാണ് ഈ സൂറത്ത്. തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് മകൻ്റെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനു വേണ്ടി ഒരു മകനോടൊരു വാപ്പ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊരു വലിയ മാതൃക ഈ സൂറത്തിലുണ്ട്. വലിയ ഗൗരവത്തോടുകൂടെ, ദേഷ്യത്തോടുകൂടെ ഒന്നും പറയാതെ തൻ്റെ കുട്ടിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ആ ഉപ്പ പറഞ്ഞു കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാൻ്റെ 17, 18, 19 ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ പറയാണ്: യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാൻ 17-ാമത്തെ ആയത്ത്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ എന്ന സ്നേഹത്തോടെയുള്ള ഓമന വിളിക്കാണ് ബുനയ്യ എന്ന് പറയാം. എൻ്റെ മകനെ എന്നല്ല അർത്ഥം, എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മോനെ, എൻ്റെ മുത്തേ എന്നൊക്കെ അർത്ഥം. യാ ബുനയ്യ, എൻ്റെ പൊന്നാര മുത്തു മോനെ, എൻ്റെ പൊന്നാര മോനെ. അഖിമിസ് സ്വലാത്ത, നീ നിസ്കാരം നിലനിർത്തണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം കേട്ടോ. വഅ്മുർ ബിൽ മഅറൂഫ്, എവിടെ നല്ലത് കണ്ടാലും നന്മ കണ്ടാലും നന്മ കൊണ്ട് നീ കൽപ്പിക്കണം. നീ ചെയ്താൽ മാത്രം പോരാ, നന്മകളും സുഹൃതങ്ങളും നീ ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. വൻഹാ അനിൽ മുൻകർ, തെറ്റെവിടെ കണ്ടാലും നീ ചെയ്യാതിരുന്നാൽ പോരാ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാതിരിപ്പിക്കാനും ശ്രമിക്കണം. തിന്മകളും ദോഷങ്ങളും നീ ചെയ്യാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവർ ഇത് ചെയ്യരുത്. അതുകൊണ്ട് തെറ്റ് കണ്ടാൽ നീ അതിനെ വിരോധിക്കുകയും ചെയ്യണം. പിന്നെ മോനെ, വസ്ബിർ അലാ മാ അസ്വാബക, അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും കുത്തുവാക്കുകളും ബുദ്ധിമുട്ടുകളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ സാരാക്കരുത്. വസ്ബിർ, നീ ക്ഷമിക്കണം. പാൻ്റെ കുട്ടി ക്ഷമിക്കണം. അലാ മാ അസ്വാബക, പൊന്നര മോനെ, പാൻ്റെ കുട്ടിക്ക് എന്ത് നേരിട്ടാലും അതൊക്കെ ക്ഷമിച്ചാലുണ്ട്. കാരണം ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് വലിയ മനക്കട്ടിയുള്ള, മനക്കരുത്തുള്ള കാര്യങ്ങളിൽ നിന്ന് കട്ടിയുള്ള സംഗതിയാണ് ഈ പറഞ്ഞ സംഗതി. എല്ലാവർക്കും നിസ്കാരമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ, നന്മ കൽപ്പിച്ച് തിന്മയൊക്കെ വിരോധിക്കുമ്പോൾ സ്വാഭാവികമായി കുറച്ച് വിഷമം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അത് സാരാക്കണ്ട. നല്ല ഹിമ്മത്ത് വേണം, മനക്കരുത്ത് വേണം. പിന്നെ മോൻ എന്നോട് പറയാനുള്ളത്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ഒരിക്കലും ജനങ്ങളോട് വിമുഖത കാണിക്കരുത്. ജനങ്ങളോട് മുഖം തിരിച്ച് സംസാരിക്കരുത്, മുഖം തിരിഞ്ഞ് നടക്കുകയും ചെയ്യരുത്. ആൾക്കാരുടെ ഒരു പ്രൗഢിയോടുകൂടെ, ആണത്തത്തോടുകൂടെ തല ഉയർത്തി വിനയത്തോടെ കഴിയണം. ആൾക്കാരുടെ മുമ്പിൽ നീ തിരിഞ്ഞു പോകരുത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇറങ്ങണം, സംസാരിക്കണം, വിനയത്തോടെ നടക്കണം. വലാ തംശി ഫിൽ അർദി മറഹാ, ഭൂമിയിൽ ഒരിക്കലും ഞാനൊരാളാണ്, എന്തൊരു സംഭവമാണ് എന്നുള്ള നിലക്കൊരു നടത്തുന്നു പല കുട്ടി നടക്കരുത്. വലാ തംശി ഫിൽ അർദി മറഹൻ, അതൊന്നും സുഖം പോരാ. എപ്പോഴും താഴ്മയോടെ വിനയത്തോടെ തല താഴ്ത്തി ഞാനൊന്നും അല്ല എന്നുള്ള ചിന്തയോട് കൂടെ വളരെ വിനയാന്വിതനായി നീ നടക്കണം. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, കിബ്റും അഹങ്കാരമൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല മോനെ. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല. ആരെ? അഹങ്കാരം കിബ്റൊക്കെ ആയിട്ട് ഞാനൊരു സംഭവമാണ്,
എന്നുള്ള നിലയ്ക്ക് വലിയ ജഗബുഗായിട്ട് കാട്ടിക്കൂട്ടി നടക്കുന്ന നടത്തുണ്ടല്ലോ, അത് ചിലപ്പോൾ അവർക്ക് തോന്നും ആൾക്കാരുടെ ഒരു വലിയ ഗെയിമാണ്, ആൾക്കാരുടെ ഉള്ളിൽ പുച്ഛക്കാരോ ആളാവുകയാണ് ജാടയാണെന്ന് ആൾക്കാരുടെ മനസ്സിൽ പറയാം. അപ്പോൾ ഈ അങ്ങനത്തെ നടത്തൊക്കെ ഒഴിവാക്കണം. പിന്നെ നിന്റെ നടത്തത്തിൽ, നിന്റെ വാക്കിംഗ് സ്റ്റൈൽ പോലും, നടത്തത്തിൻ്റെ സ്റ്റൈല് പോലും ഈ മാറ്റണം. അതുപോലും ഒരു ജഗബുഗായി നടക്കരുത്, ജഗബുഗായി നടക്കരുത്. മിതത്വത്തോടു കൂടെ, താഴ്മയോടുകൂടെ, നല്ല നടത്തത്തിൽ പോലും നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ക്യാരക്ടർ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതൊരു മിതമായ നടത്തായിരിക്കണം. മണ്ടിപ്പാഞ്ഞ് ജഗബുഗായി നടക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി എവിടെ കൂടി വർത്താനം പറയുകയാണെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കരുത്. സൗണ്ട് കുറച്ച് മിതമായ സൗണ്ടിൽ, ശബ്ദം പതുക്കെ താഴ്ത്തിയിട്ട് പതുക്കെ സംസാരിക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് മോനെ ഈ കൈതരാകാൻ. കൈതൻ്റെ പാട്ട്, കൈതൻ്റെ ഒച്ചപ്പാട് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പാണ്. അപ്പൊ ചില ആൾക്കാർ കൈതകളെ പോലെ ഒച്ചപ്പാടുണ്ടാക്കി ഒരു സഭയെ കൂടിയാൽ ജനങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ വർത്തമാനം പറയും. ആ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ കൈതനെ പോലെ ആകരുതെന്ന് പറയണത് എന്തിനാ വെച്ചാൽ, കൈതന്റെ സംസാരം എങ്ങനെ ഒച്ചപ്പാട് ആൾക്കാർക്ക് ഇഷ്ടമല്ല. കൈതന്റെ സംസാരം എന്ന് പറഞ്ഞാൽ കൈതന്റെ കരച്ചിലൊക്കെ ഒരു അറപ്പുളവാക്കുന്ന രീതിയും ശബ്ദവും ഒക്കെയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഡിസ്റ്റർബ് ആവരുത്, ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ചില ആളുകൾ സദസ്സിൽ കൂടിയാൽ കല്യാണ വീട്ടിൽ ഉറക്ക വർത്തമാനം പറഞ്ഞ് ഉറക്ക ഫോൺ വിളിക്കുക, ബസ്സിലോ ഒരു സദസ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെ പറ്റിയൊന്നൊരു പരിസരബോധം ഉണ്ടാവില്ല. പരിസരബോധമില്ലാതെ ആയിരിക്കും അവർ ഫോണിലൊക്കെ സംസാരിക്കുക. എന്തൊക്കെ വിളിച്ചു പറയും, ദേഷ്യപ്പെടുന്നതും വീട്ടിലെ രഹസ്യങ്ങളും ഭാര്യയോട് ചൂടാണതും വീട്ടിൽ സാധനം കഴിഞ്ഞതൊക്കെ എന്ത് ചെയ്യും, ഫോണിൽ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അപ്പുറത്തുപ്പുറത്തേക്ക് ആൾക്കാരൊക്കെ അത് ഭയങ്കര ഡിസ്റ്റർബാണ്, അവർക്കത് ഭയങ്കര അരോചകമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ വർത്തമാനത്തിൻ്റെ വിഷയം നമ്മളെപ്പോഴും വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ഒരു മകൻ തൻ്റെ മകന്, ഒരു വലിയ മഹാൻ, ഒരു ഉപ്പ തൻ്റെ പ്രിയപ്പെട്ട മകനക്ക് കൊടുക്കുന്ന ഉപദേശമാണിത്. നീ സൗണ്ട് മിതമായി ഉപയോഗിക്കണം, ഉറക്ക വർത്തമാനം പറയരുത്, കൈതൻ്റെ സ്വന്തം ശബ്ദം അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമല്ല മോനെ എന്നിങ്ങനെ പറയാൻ. ശിർക്ക് വെക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ നമ്മളെ കുട്ടികളൊന്നും പറഞ്ഞു കൊടുക്കൂല, കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പാണ്. ശിർക്ക് വന്നു പോകരുത് കേട്ടോ. ശിർക്ക് വലിയ വിഷയമാണ്. ശിർക്ക് ഒരിക്കലും വന്നു പോകരുത് കേട്ടോ. കാരണം മോനെ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭീകരമായ അക്രമമാണ്. പിന്നെ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പൊന്നു മോനോട് പറയാണ്, മോനെ എന്ത് നന്മ ചെയ്താലും യാ ബുനയ്യ ഇൻ തകും മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ. ഒരു ചെറിയ കടുകുമണിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയൊരു സുഹൃതം, ഒരു നന്മ ചെയ്താലും അതൊക്കെ അള്ളാഹ്ക്ക് അറിയട്ടോ. അതെല്ലാം അള്ളാഹുവിനറിയും. കാരണം അള്ളാഹു അതെല്ലാം കാണുന്നവനാണ്, അള്ളാഹ്ക്ക് അതൊക്കെ അറിയാം എന്നിങ്ങനെ പറഞ്ഞ് പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശം വലിയ ഒരു ഉപദേശമാണ്. ഈ നിലക്ക് പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ സൂറത്തിൽ മുഴുവൻ ഉള്ളത്. അതെന്നെ പൊന്നു മോനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഉപദേശങ്ങളുമാണ്. ഇന്ന് പലപ്പോഴും ഈ ഉപദേശങ്ങൾ കുറഞ്ഞുപോയി. കുട്ടികളെ വെറുപ്പിക്കുന്ന രീതിയിൽ നിർദ്ദേശിക്കുക, ഉപദേശിക്കുക കുട്ടികൾക്ക് ഇഷ്ടമല്ല. പക്ഷെ അവിടെ മനഃശാസ്ത്രപരമായി, സൈക്കോളജിക്കലി കുട്ടികളോട് സ്നേഹത്തോട് പറയാൻ അംഗീകരിക്കും. അവർക്കത് ഇഷ്ടമാണ്, അവർക്ക് താല്പര്യമാണ്. ഒരു കമാൻഡിങ് പവറോട് കൂടെ ഒരു കരസേന മേധാവിയെ പോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ പറച്ചിലല്ല ഈ പറഞ്ഞത്. കണ്ടോ, യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്തിൽ ഇടക്കിടക്ക് പറയുന്നത്. യാ ബുനയ്യ, എൻ്റെ പൊന്നാര മോനെ, എൻ്റെ പൊന്നാര മുത്തേ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്തിട്ടാണ് ഇത്തരം ഉപദേശങ്ങളെ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. പള്ളിയിൽ നിന്ന് ഖത്തീബിൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ വേറെ നിന്നൊക്കെ ക്ലാസ്സിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, മദ്രസയിൽ നിന്നൊക്കെ അധ്യാപകന്മാരുടെ, മാലിന്യങ്ങളുടെ ഉപദേശങ്ങൾ കൊടുക്കുക എന്നല്ലാതെ വീട്ടിൽ നിന്ന് ഉപദേശങ്ങൾ കൊടുക്കണില്ല. വീട്ടിൽ നിന്ന് ഉപദേശം കൊടുക്കണം. ബഹുമാനപ്പെട്ട കാരണവന്മാരെ സ്നേഹിക്കുക, ആദരിക്കുക, അല്ലെങ്കിൽ പ്രായ ആൾക്കാരെ ബഹുമാനിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക. പ്രായ ആൾക്കാർ വേണ്ട അനാവശ്യങ്ങൾ നോക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളുടെ പ്രാധാന്യമൊക്കെയാണ് ഈ സൂറത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയാനുണ്ടായ കാരണം,
ഇന്നലെ ഈ ശിശുദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഹദീത്തുകളും ആയത്തുകളും ഒക്കെ നമ്മൾ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സൂറത്തുൽ ലുഖ്മാൻ, സജദ സൂറത്തിൻ്റെ തൊട്ടടുത്തുള്ള സൂറത്താണ്. അപ്പോൾ നമ്മുടെ മക്കളെ ഉപദേശിക്കണം, ചേർത്ത് പിടിക്കണം. അനാവശ്യമായ നോട്ടും പോലും സംസാരം പോലും തെറ്റാട്ടോ. ആരും ഇടങ്ങേറാക്കരുത്, നമ്മളൊരാളും വെറുപ്പിക്കരുത്. കൂട്ടുകാരോട്, സ്കൂളുകളിലെ സഹപാഠികളോട് ദേഷ്യം വെക്കുന്നത്, അസൂയ പാടില്ല കേട്ടോ. നമ്മൾ സ്വന്തം നശിക്കുകയാണ്. ഓനക്കൊരു ഉഷാറാകുമ്പോൾ നമുക്കൊരു പക ഉണ്ടാവരുത്. അവരെ താഴ്ത്താൻ ശ്രമിക്കരുത്, അവരടിക്കരുത്, അവരെ കുറ്റപ്പെടുത്തി, ഒരാളെ കുറവ് മറ്റൊരാളോട് പോയി പറയരുത് എന്നൊക്കെ സ്നേഹത്തോടെ ഒരു ബാപ്പ കുട്ടിയെ വിളിച്ച് പറയാൻ അത് എഫക്റ്റാവും. അത് കുട്ടിയിൽ വലിയ സ്വാധീനം ചെലുത്തും. ആ കുട്ടി അത് ഒരിക്കലും തന്നെ മറക്കൂല്ല. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടി പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും പാര വെക്കാനും സുഹൃത്തിനടിച്ചാനും കുത്താനും നുണ പറഞ്ഞുണ്ടാക്കാനും ഏഷണി പറയണമെന്നും വരൂല. അത് തെറ്റാണ് എന്ന് പ്രത്യേകം ചേർത്ത് പിടിച്ച് ചെയ്യരുതിട്ടോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും. ഇപ്പം അള്ളന്നെ പറഞ്ഞിട്ട് അവളോട് തെറ്റ് ചെയ്യരുത്, നമുക്കറിയാം, റസൂലും പറയണം. പക്ഷെ എന്നാലും അങ്ങനെയല്ല, നമ്മളെ മുമ്പിൽ നേരിട്ട് കാണുന്ന ഒരാൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ അയാൾക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുതിട്ടോ, അങ്ങനെ ചെയ്താൽ ഞാൻ അറിയും, അങ്ങനെ ചെയ്താൽ പിന്നെ അയാളെ വിളിച്ചിട്ട് നിങ്ങളെന്താ പിന്നെ അങ്ങനെ ചെയ്ത് എന്നൊക്കെ ഒരാൾ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നാവുമ്പോൾ അപ്പോഴേ ആ മനുഷ്യൻ തെറ്റിന്ന് വിട്ടു നോക്കുള്ളൂ. അല്ല അള്ളാഹ്ക്ക് റസൂലിന് ഇഷ്ടമല്ല എന്നല്ലോ, അള്ളത് കാണുന്നുണ്ടെന്നൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് എന്താവില്ല, നിത്യജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ആ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് എന്ത് ചെയ്യണത്, ഒരാൾ നമുക്ക് മുർഷിദായിട്ട് ഉപദേശിക്കാനും പറഞ്ഞു തരാനും ഒക്കെ ഒരാൾ വേണം എന്ന് പറയാനുള്ള കാരണം. അപ്പം എൻ്റെ ഒരു ഉസ്താദിൽ എനിക്ക് എൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിനുണ്ടെങ്കിൽ, ആത്മബന്ധമാണെങ്കിൽ തെറ്റിലേക്കൊന്നും പോയി ഞാൻ അയാൾ കണ്ടാൽ ചോദിക്കും, മൂപ്പർ അറിയില്ല, മോശമല്ലേ എന്ന് കരുതിയിട്ട് വിട്ടുക്കും. അതിലും വലുതാണ് അള്ളാഹ് എന്ന് ആർക്കും അറിഞ്ഞിട്ടൊന്നുമല്ല. എൻ്റെ വാപ്പത് അറിഞ്ഞാൽ മോശമല്ലേ എന്ന് ചിന്തിക്കരുത്. വാപ്പത് നിനക്ക് ചോദിക്കുകയും അന്വേഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണം. വാപ്പാനേക്കാളും വലുതാണ് അള്ളി റസൂലും, അവർക്ക് ഏതായാലും ഇഷ്ടമല്ല എനിക്കറിയാം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മനുഷ്യൻ എന്താവില്ല, തെറ്റിന്ന് വിട്ടുക്കൂല. അവ നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്നൊരു ഷാഹിദായ ഒരാൾ വേണം. അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.